ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാംഗോ ജ്യൂസ് ആണ്. എല്ലാവരും മാംഗോ ഫ്രൂട്ടി കഴിച്ചിട്ടുണ്ടാവും. ആ മാംഗോ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ആ മാംഗോ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് ഉള്ള ഒരു മാംഗോ ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാംഗോ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അല്ലെങ്കിൽ മാംഗോ ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 3 വലിയ മാങ്ങയുടെ പൾപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൾപ്പ് നമുക്ക് ആദ്യം മിക്സിയിൽ ഇട്ടിട്ട്, ഇത് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പൾപ്പ് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുക്കണം, നന്നായി അരച്ചെടുക്കണം. അപ്പൊ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് നന്നായി പൾപ്പ് മുഴുവൻ ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. ഞാൻ മാക്സിമം വെള്ളമില്ലാതെ അരയ്ക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും വെള്ളം ഒഴിക്കേണ്ടതാണ്. ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു 1/2 കപ്പ് വെള്ളം പൾപ്പൊക്കെ എടുത്ത ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുലുക്കിയെടുത്തു. ആ വെള്ളവും ഈ പൾപ്പിന്റെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ഞാൻ ഒരു സോസ് പാനിലോട്ട് ആഡ് ചെയ്തു. നമുക്ക് ഇത്തിരി കൂടെ വെള്ളം വേണം കേട്ടോ, ഇനിയും വെള്ളം വേണം. കാരണം ഇനി നമുക്ക് ഇതൊരു 8-10 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം, നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തിളപ്പിച്ചെടുക്കില്ല, നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നാലേ ആ മാംഗോ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് വരുള്ളൂ. നന്നായി ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പ്യൂറി ചെയ്തത്, അല്ലെങ്കിൽ പൾപ്പിനെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തത് ഞാനൊരു സോസ് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മൊത്തം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ച് അല്ലെങ്കിൽ വേവിച്ചെടുക്കണം. അതിന്റെ കളറൊക്കെ ഒന്ന് മാറും. വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പ് കത്തിച്ച് അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചിട്ട് ഇനി നമുക്ക് ഒരു 8-10 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇത് നല്ല പഴുത്ത മാങ്ങ, എനിക്ക് പഴുത്ത മാങ്ങ കുറച്ചുണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. മാങ്ങ സീസൺ അല്ല, പക്ഷെ എന്നാലും കിട്ടിയതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, മെല്ലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് തിക്കാവണ്ട, കാരണം കുറെ നേരം 8-10 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കേണ്ടതല്ലേ. അപ്പൊ അതിനനുസരിച്ച് വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നീടൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ഇല്ലെങ്കിൽ അടി പിടിക്കും. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിലപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും, ചിലപ്പം അധികം മധുരം കാണില്ല. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ എന്തായാലും 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയാൽ ആദ്യം 1/4 കപ്പ് ആഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ടേസ്റ്റ് നോക്കിയ ശേഷം വേണമെങ്കിൽ മാത്രം പിന്നീട് ബാക്കിയുള്ള 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കറക്റ്റ് ആയിരുന്നു, ആ 1/4 കപ്പ് തന്നെ മതിയായിരുന്നു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായി തണുപ്പിക്കാൻ പോവാണ്. അതായത് ആദ്യം നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് തട്ടിലേക്ക് എടുത്തു വെക്കുക. നന്നായി ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാം. ചെറിയ വാമായിട്ടേ ഉള്ളൂ, ഒരുപാട് തണുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഫുള്ളായി തണുത്തിട്ടില്ല. നമുക്ക് ഇതിലോട്ട് ആ ചൂടോടെ നമുക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് റൂം ടെമ്പറേച്ചർ ആവട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ അതിലോട്ട് ഒരു കുഞ്ഞു നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ജ്യൂസ് ആഡ് ചെയ്യാം. ഒരു കുഞ്ഞു നാരങ്ങ കേട്ടോ, വലിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് മതിയാകും. ജ്യൂസ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ജസ്റ്റ് വാമാണ്, ഒരുപാട് തണുത്തിട്ടില്ല. എന്നാലും ഫുൾ മാക്സിമം തണുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ തണുപ്പിച്ചോളൂ, തണുപ്പിച്ചിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായി ഒന്ന് നാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അരിപ്പയിൽ കൂടെ നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കാരണം മാങ്ങയിൽ വല്ല നാരോ വല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള ജ്യൂസ് അല്ലേ നമുക്ക് വേണ്ടത്. അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ കഴിക്കാം. ഞാൻ ആ സ്മൂത്ത് ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പാച്ചുല വെച്ചിട്ട്. അപ്പൊ അതിന്റെ ജ്യൂസ് മാത്രം താഴെ ഇറങ്ങി കിട്ടും. ഇതുപോലൊരു റബ്ബർ സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മാക്സിമം നമുക്ക് അതിന്റെ ജ്യൂസ് താഴോട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കൈയിന്റെ ആക്ഷൻ അതേപടി നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാ ജ്യൂസും എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഒരു സ്പൂണുണ്ട്. ഫ്രൂട്ടിന്റെ കൺസിസ്റ്റൻസി അറിയാലോ, അപ്പൊ അതേ കുറച്ച് തിക്കാണ്, എന്നാൽ നമുക്ക് കുടിക്കുന്ന പാകമാണ്. അപ്പൊ സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ട പാകമല്ലല്ലോ, ജ്യൂസ് അല്ലേ ഇത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ലൂസാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര പോരെങ്കിൽ ആ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തതന്നെ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കണ്ടുവല്ലോ, നമ്മുടെ ഫ്രൂട്ടി റെഡിയായി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സെർവ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒഴിച്ച് കഴിക്കാം. ഞാനൊരു ജ്യൂസ് ജാറിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാംഗോ ഫ്രൂട്ടി അല്ലെങ്കിൽ മാംഗോ ജ്യൂസ്, മാംഗോ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ഉള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലൊഴിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓൾറെഡി ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും മാംഗോ ഫ്രൂട്ടി കഴിക്കുന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു. ഇതിലെ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.